നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ഇറാൻ അമേരിക്ക സംഘർഷം, പ്രത്യേകിച്ചും ഇറാൻ അമേരിക്കയ്ക്കെതിരെയും ഇസ്രയേലിനെതിരെയും പോരാട്ട ഭൂമിയിൽ നിൽക്കുമ്പോൾ റഷ്യ ശക്തമായ പിന്തുണ ഇറാന് കൊടുക്കുമ്പോൾ റഷ്യയുടെ പരമ്പരാഗത സുഹൃത്തായ ഇന്ത്യ എന്തുകൊണ്ടാണ് ഇസ്രയേലിനെ പിന്തുണയ്ക്കുന്നത്? ഈ ഒരു വലിയ ചോദ്യം റഷ്യ തന്നെ ഉന്നയിക്കുന്ന സാഹചര്യമാണ് ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നത്. അമേരിക്ക ഇപ്പോൾ പറയുന്നത് റഷ്യൻ എണ്ണ മേടിക്കാം ഒരു മാസത്തേക്കെന്നാണ്. അതിന് അമേരിക്കയുടെ ഔദാര്യം വേണമോ? റഷ്യൻ എണ്ണ വാങ്ങിക്കാൻ അമേരിക്ക ആരാണ്? ഇന്ത്യയെ നിയന്ത്രിക്കാനുള്ള എന്ത് അധികാരമാണ്, എന്ത് ധാർമ്മികതയാണ് ഈ വിഷയത്തിലുള്ളത്? അമേരിക്കയ്ക്ക് അങ്ങനെ ആരും തീറെഴുതി കൊടുത്തിട്ടില്ല. ഒരു രീതിയിലുള്ള നിയമവും മാറ്റിമറിക്കാൻ അമേരിക്കൻ ഇടപെടൽ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് കൃത്യമായും ഇന്ത്യയിൽ ഇവിടുത്തെ ഭരണത്തിനെതിരെ ശക്തമായ പ്രതിപക്ഷ നീക്കമുണ്ടാവുകയാണ്. ഇന്ത്യയിൽ ഭരണമാറ്റം ഉണ്ടാകേണ്ടതാണ്. സത്യത്തിൽ ഈ റെജീം ചേഞ്ച് എന്നൊക്കെ പറയുമ്പോൾ ഈ ഭരണമാറ്റം വാസ്തവത്തിൽ ഇന്ത്യയിലും കൊണ്ടുവരേണ്ടതിൻ്റെ അനിവാര്യതയുണ്ട്. നമ്മുടെ രാജ്യത്ത് മഹത്തായ പാരമ്പര്യമുള്ള നമ്മുടെ ഈ രാജ്യം നെഹ്റുവിയൻ ഐഡിയോളജി അനുസരിച്ചുള്ള നാം പ്രിൻസിപ്പൾ, അതായത് നോൺ അലൈൻഡ് മൂവ്മെൻറ്റ്, ചേരിചേരാ നയങ്ങൾ രൂപകൽപ്പന എടുത്തതാണ്. എന്നാൽ നിർണായക ഘട്ടത്തിൽ ഇസ്രയേൽ പ്രധാനമന്ത്രിയെ ചെന്ന് കെട്ടിപ്പിടിക്കുന്നു, ഹസ്തദാനം ചെയ്യുന്നു, പാർലമെന്റിൽ അഭിസംബോധന ചെയ്യുന്നു, ഇസ്രയേലിൽ നിന്നും പരമോന്നത പുരസ്കാരം ഏറ്റുവാങ്ങുന്നു. ഇതെല്ലാം തെറ്റായ സന്ദേശമാണ് നൽകുന്നത്. വാസ്തവത്തിൽ ഇസ്രയേലിനെ പോലെ തെമ്മാടിത്തരം മാത്രം കൈമുതലാത്ത ഒരു രാജ്യത്തെ രാജ്യമായി പോലും അംഗീകരിക്കാൻ പാടില്ലാത്തതാണ്. റഷ്യ ഒരു രാജ്യമായി ഇസ്രയേലിനെ അംഗീകരിച്ചു കൊടുക്കില്ല, ചൈന അംഗീകരിച്ചു കൊടുക്കില്ല, പല രാജ്യങ്ങളും അംഗീകരിച്ചു കൊടുക്കില്ല എന്നുള്ളതാണ് സത്യം. മുസ്ലിം വിരോധം തലയ്ക്ക് പിടിച്ച കുറേ ഭ്രാന്തന്മാരുള്ള രാഷ്ട്രം, അത് മാത്രമാണ് ഇസ്രയേൽ എന്ന രാജ്യത്തിനെ കുറിച്ച് വിശേഷിപ്പിക്കാൻ കഴിയുന്നത്. അവിടെയുള്ള ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ തെമ്മാടിത്തരവും കൈക്കരുത്തുമൊക്കെ അത് ആ തിണ്ണമെടുക്കൊക്കെ ഇറാനോട് കാണിക്കാമെന്ന് വിചാരിച്ചാൽ കൈയും കെട്ടി നോക്കി നിൽക്കാൻ ഇറാൻ്റെ സഖ്യകക്ഷികൾക്ക് കഴിയില്ല. ഇവിടെയാണ് റഷ്യ ഇന്ത്യയുടെ നീക്കം എന്താണ് എന്ന് വളരെ വ്യക്തമായി ചോദിക്കുന്നത്. ഇന്ത്യ ന്യൂട്രലായി നിൽക്കുകയാണെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ഇസ്രായേലിനോട് വലിയ തോതിൽ ആതിഥേയത്വം കാണിക്കുന്നു, അല്ലെങ്കിൽ വലിയ തോതിലുള്ള ഒരു സൗഹൃദം കാത്തു സൂക്ഷിക്കാൻ ശ്രമിക്കുന്നു? പ്രത്യേകിച്ചും ഈ യുദ്ധഘട്ടത്തിൽ. മാത്രമല്ല, ഇറാനുമായുള്ള സഹകരണം വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയതാണ്. ഇറാൻ്റെ ചബഹർ തീരത്തും അതുപോലെ ഇറാൻ്റെ പൈപ്പ് ലൈനുമായി ബന്ധപ്പെട്ട കാര്യത്തിലുമൊക്കെ ഊർജ മേഖലയിൽ ഇന്ത്യയുമായുള്ള സഹകരണം എന്ന് പറയുന്നത് അനിഷേധ്യമായിട്ടുള്ള കാര്യമാണ്. ഇസ്രയേലുമായി പിണങ്ങിയാൽ ഇന്ത്യക്ക് ഒരു ചുക്ക് സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ്. ഇസ്രയേൽ എന്ന തെമ്മാടിത്തരം മാത്രം കൈമുതലാക്കിയ രാജ്യത്തിനെ എന്തിനാണ് പിന്തുണയ്ക്കുന്നത്? വെറും മിയർ പ്രൊപ്പഗാൻഡയ്ക്ക് വേണ്ടി ഉള്ളതാണ് എന്നുള്ളത് റഷ്യ മനസ്സിലാക്കുന്നു. ഇറാൻ കുറഞ്ഞ വിലയ്ക്ക് ഇന്ത്യക്ക് എണ്ണ കൊടുത്തവരാണ്. ഇസ്രയേൽ എന്ത് ചേമ്പാണ് കൊടുത്തത് എന്നുള്ളത് നമുക്കാർക്കും മനസ്സിലാകുന്നില്ല. ഇസ്രയേൽ വെറുക്കപ്പെടുന്ന രാജ്യമാണ്. ഇസ്രയേൽ എന്ന രാജ്യം ഉണ്ടായത് തന്നെ കള്ളക്കളിയിലൂടെയാണ്. വാസ്തവത്തിൽ അഡോൾ ഹിറ്റ്ലർ അടിയും കൊടുത്ത് ഓടിച്ച ഈ തെമ്മാടികളെ അഭയം കൊടുത്ത ഫലസ്തീനുകാർ ഇന്ന് ഒരുപാട് അനുഭവിക്കുകയാണ്. അവരുടെ മണ്ണും അവരുടെ എല്ലാ സാമഗ്രികളും അടിച്ചു കൊണ്ടുപോയ തെമ്മാടികളാണിവർ. കൃത്യമായി റഷ്യ പറയുന്നു, ഇന്ത്യ എടുക്കേണ്ട സ്റ്റാൻഡ് എത്രത്തോളം ശക്തമായിരിക്കണം, ഇന്ത്യ ഇസ്രയേലിനെ എതിർക്കണം എന്ന ആവശ്യം റഷ്യയുടെ ഭാഗത്തു നിന്നും ഉരുത്തിരിഞ്ഞു വരുന്ന സാഹചര്യമാണ്.